അവൾ മനസ്സുകൊണ്ട് അത്ര മോശക്കാരിയല്ല. ദീപിക പദുക്കോണിന്റെ പീക്കുവിനെ കുറിച്ച് ഇർഫാൻ ഖാന്റെ റാണ പറയുന്ന ഡയലോഗാണിത്. 2015 പുറത്തിറങ്ങിയ ഷുജിത് സർക്കാർ ചിത്രം പീക്കുവിലെ ദീപികയുടെ കഥാപാത്രം മിക്ക സ്ത്രീകൾക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഹിന്ദി സിനിമയിലെ മോഡേൺ അർബൻ ഇന്ത്യൻ വുമണിനെ പൊളിച്ചെഴുതിയ കഥാപാത്രം. ദീപിക തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം പീക്കു ആണെന്ന്. എന്തുകൊണ്ടാണ് പീക്കു ഇത്ര സ്പെഷ്യൽ ആകുന്നത്? വയസ്സ് പ്രായമുള്ള പീക്കു ബാനർജി എന്ന ബംഗാളി സ്ത്രീ 70 വയസ്സുള്ള അച്ഛനൊപ്പമാണ് താമസിക്കുന്നത്. ആർക്കിടെക്ട് കൂടിയായ പീക്കുവിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ ചെറുപ്പം മുതൽ അവൾ ഒരു പരിധിവരെ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അതുകൊണ്ട് അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുമുണ്ട്. പ്രായമായ അച്ഛനെ നോക്കുക എന്ന ഉത്തരവാദിത്തം വളരെ സീരിയസ് ആയി തന്നെ ചെയ്തു പോകുന്ന വ്യക്തിയാണ് പീക്കു. അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അച്ഛൻ ഭാസ്കർ ആണ്. ഭാസ്കർ പീക്കുവിനെ വളരെ ഇൻഡിപെൻഡന്റ് ആയാണ് വളർത്തിയിരിക്കുന്നത്. അത് സിനിമയിലെ ഒരു സീനിൽ ഭാസ്കർ വ്യക്തമാക്കുന്നുമുണ്ട്. ഒരു പാർട്ടിയിൽ വെച്ച് പീക്കു ഒരു ചെറുപ്പക്കാരനുമായി സംസാരിക്കുമ്പോൾ അവിടെ ഭാസ്കർ വന്ന് തന്റെ മകൾ വെർജിൻ അല്ലെന്ന് പറയുന്നുണ്ട്. അവൾ ഫിനാൻഷ്യലി ആൻഡ് സെക്ഷലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് അയാൾ പറയാൻ ശ്രമിക്കുന്നത്. പീക്കുവിന്റെ ജീവിതം അച്ഛനെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. സ്വന്തമായൊരു സ്പേസ് എന്നത് കണ്ടെത്താൻ അവൾക്ക് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവൾ ദുർബലയാണെന്നും വൾണറബിൾ ആണെന്നും ആരെയും അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അവൾ വളരെ വേഗത്തിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അച്ഛന്റെ കാര്യങ്ങൾ നോക്കിയ ശേഷം ജോലിക്ക് പോകുന്നതും സോഷ്യൽ ലൈഫിനായി സമയം കണ്ടെത്തുന്നതുമെല്ലാം തന്നെ ആ വേഗത്തിലാണ്. ഒട്ടും ഗ്രേസ്ഫുൾ അല്ല അവൾ. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ബോളിവുഡ് സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്ത. തിരക്കുകൾക്കും റെസ്പോൺസിബിലിറ്റികൾക്കും ഇടയിൽ പീക്കു ഒരു തരത്തിൽ പറഞ്ഞാൽ വല്ലാത്ത ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. സെക്സ് എന്നത് അവളുടെ ജീവിതത്തിൽ ഒരു ആവശ്യം മാത്രമാണ്. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനൊന്നും ജീവിതത്തിൽ അവൾക്ക് സമയമില്ല. പിന്നെ അച്ഛന് അവൾ വിവാഹം കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യവുമില്ല. പീക്കുവിനെ ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. പീക്കു അവൾക്കു ചുറ്റും ഒരു മതിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. അങ്ങനെ സംഭവിച്ചാൽ അവൾ എത്രത്തോളം വൾണറബിൾ ആണെന്ന് ആളുകൾക്ക് മനസ്സിലാകും. അതിനാൽ അവൾ ആ മതിലിനെ ശക്തമായി തന്നെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ തന്നെയാണ് പീക്കുവിന്റെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് ഭാസ്കർ കൊൽക്കത്തയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ തിരക്കുകൾ മാറ്റിവെച്ച് അവൾ അയാൾക്കൊപ്പം പോകുന്നത്. ആ യാത്രയിലാണ് ഇർഫാൻ ഖാന്റെ റാണയും പീക്കുവും തമ്മിൽ കൂടുതൽ അടുക്കുന്നത്. അച്ഛന്റെ ആരോഗ്യ പ്രശ്നം കാരണം അവർ റോഡ് വഴിയാണ് കൊൽക്കത്തയിലേക്ക് പോകുന്നത്. കാറിലുള്ള അവരുടെ യാത്ര സിനിമയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ യാത്രയിൽ റാണയും പീക്കുവും പരസ്പരം പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പീക്കു പതിയെ അവൾക്ക് ചുറ്റും നിർമ്മിച്ച മതിൽ റാണയ്ക്ക് വേണ്ടി പൊളിച്ചു കളയുകയാണ് ചെയ്യുന്നത്. റോഡ് ട്രിപ്പിലുടനീളവും കൊൽക്കത്തയിൽ എത്തിയ ശേഷവും റാണയും പീക്കുവും തമ്മിലുള്ള ബന്ധം വളരുന്നത് നമുക്ക് കാണാം. എന്നാൽ അതൊരിക്കലും നമ്മൾ സാധാരണ കണ്ടു ശീലിച്ച റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകൾ പോലെയല്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും അറിയാതെയും അടുക്കുകയാണ് ചെയ്യുന്നത്. കൊൽക്കത്തയിൽ നിന്ന് റാണ തിരിച്ചു പോകുമ്പോഴേക്കും ഇരുവരും സുഹൃത്തുക്കൾ എന്നതിനപ്പുറത്തേക്ക് അടുത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ പീക്കു ആദ്യമായി ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് മറ്റൊരാളെ കൂടി കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. റാണയുമായുള്ള ബന്ധത്തിനപ്പുറത്ത് സിനിമയിൽ ഏറ്റവും മനോഹരമായ ബന്ധം പീക്കുവും അച്ഛനും തമ്മിലുള്ളതാണ്. എപ്പോഴും ഇരുവരും തമ്മിൽ പല കാര്യങ്ങൾക്കും തർക്കിക്കുകയാണ് ചെയ്യുന്നത്. പരസ്പരമുള്ള ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ്. പീക്കു ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് അച്ഛൻ കാരണമാണ്. അവൾ ചിരിക്കാനുള്ള കാരണവും അയാൾ തന്നെയാണ്. പല കാര്യങ്ങളിലും അയാൾ അവളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അച്ഛന്റെ മരണശേഷവും പീക്കു തളരാതെ മുന്നോട്ട് പോകുന്നത്. വളരെ സമാധാനപരമായി കൊൽക്കത്തയിലെ തറവാട്ടിൽ വെച്ചാണ് ഭാസ്കർ മരിക്കുന്നത്. അച്ഛന്റെ മരണം അവളെ വല്ലാതെ വേദനിപ്പിക്കുകയും വീട് ഏകാന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അച്ഛന്റെ മരണം ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് കാരണമാകുന്നു. അച്ഛനെ നോക്കുക എന്ന കടമയ്ക്കപ്പുറം ആ നല്ല ഓർമ്മകളിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അച്ഛനേക്കാൾ 10 മടങ്ങ് സ്ട്രേഞ്ചും വിയേർഡും ഇറിറ്റേറ്റിംഗുമാണ് താനെന്ന് പീക്കു റാണയോട് പറയുന്നുണ്ട്. ഈ അപൂർണതകൾ തന്നെയാണ് പീക്കുവിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. പീക്കു ഓം ശാന്തി ഓമിലെ ശാന്തിപ്രിയയെ പോലെ ഗ്ലാമറസ് അല്ല, മീനമ്മയെ പോലെ ഫണ്ണി അല്ല, താരയെ പോലെ തീവ്രതയുള്ള കഥാപാത്രവുമല്ല. അവളിൽ അസാധാരണത്വം ഒന്നുമില്ല. എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെടണമെന്നുമില്ല. എന്നാൽ പീക്കു എന്ന കഥാപാത്രം റിയലും ഓണസ്റ്റുമാണ്. അതുകൊണ്ടാണ് അവൾ സ്പെഷ്യൽ ആകുന്നത്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന സാധാരണ സ്ത്രീകളെ പോലെ തന്നെ പീക്കുവിനും കുറവുകളുണ്ട്. എന്നാൽ സ്വതന്ത്രയാണ്, സ്നേഹിക്കാനുള്ള മനസ്സുള്ളവളുമാണ്, നമ്മെപ്പോലുള്ള സ്ത്രീകളുടെ പ്രതിഫലനവുമാണ്.